എന്താ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പത്രത്തില് ഫുള്ള് ചർച്ച. ആ കക്ഷി ജയിക്കും, ഈ കക്ഷി ജയിക്കും. ഇതേവരെ ആരാ ജയിക്കുമെന്ന് കറക്റ്റായിട്ട് തന്നെ അവർക്ക് വിലയിരുത്താൻ പറ്റണേ. എന്തൊക്കെ ന്യൂസുകളാ. എടാ ഗിരിയേ, എന്താച്ചാ? ആ വന്നാ? അല്ല, അച്ഛന്റെ കുട്ടി ഈ പ്രാവശ്യം എക്സാമിൽ തോറ്റൂലേ? അച്ഛാ, ഞാൻ മാത്രല്ല, ഞങ്ങൾ മൂന്നാളും തോറ്റു. മുജീബ് മാത്രമേ ജയിച്ചുള്ളൂ. മുജീബ് ജയിക്കുമല്ലോ, അവന് വാപ്പല്ലല്ലോ. പിന്നെ വാപ്പാടെ സ്നേഹം എന്താന്ന് പറഞ്ഞിട്ടില്ല. അവന് പഠിച്ച് നല്ല ജോലിയായി കുടുംബം നോക്കണം എന്നൊക്കെ ഒരു വിചാരമുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാ മക്കളെ. ഇപ്പോ ഞാനൊക്കെ പഠിച്ച കാലം ആലോചിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഓ എൻ്റെ അച്ഛൻ, അതായത് നിന്റെ മുത്തച്ഛൻ എന്നും വെള്ളം കുടിച്ചിട്ടാ വരിക. അത് കാണാൻ എന്നൊക്കെ പേടിയാ അച്ഛനെ. ഫ്ലാഷ് ബാക്ക്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു. ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുഞ്ഞിനെ പറ്റി ഒരു കഥയുണ്ട്. ആ കഥ അവന്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാ. തിരുവാതിര കാലത്ത് നല്ല അവർ അയ്യോ അച്ഛൻ, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ വരുമ്പോ വരുന്നു പഠിക്കരുതെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ വഴിയിൽ ഇരിക്കരുതെന്ന്. ഇരിക്കാന്ന് പറഞ്ഞില്ലേ? ബുക്ക് വിളിച്ചറിയില്ല അച്ഛാ, പഠിക്കില്ല അച്ഛാ. എന്റെ ബുക്കൊക്കെ കീറി. അതിന്റെ മുഖം കണ്ടാൽ ആരും അങ്ങനെ ചെയ്യാൻ തോന്നും. ജയറ്റ അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം, അതൊക്കെ പൂക്കളാന്നതിൽ. എവിടാ ഞാൻ ഇവിടെ കൊടുന്ന മദ്യകുപ്പി? എവിടാ നീ? അത് എവിടെ എടുത്തു വെച്ചടാ? എന്റെ മദ്യകുപ്പി എവിടാ? ഞാൻ അങ്ങോട്ട് വരണേ. ഈ രണ്ടിലൊന്നും അറിയണം. എന്റെ മദ്യകുപ്പി എവിടാ? എവിടാ എന്റെ മദ്യകുപ്പി? അങ്ങനെ പഠിച്ചുണ്ടാക്കിയിട്ടാണ് ഞാൻ ഗവൺമെന്റ് ഉദ്യോഗം വാങ്ങിയത്. ഇന്നിപ്പോ ഞാനേ പെൻഷനാ. ആ പെൻഷന്റെ ഇത് കഴിഞ്ഞ് എന്റെ കാലം കഴിഞ്ഞാലേ എന്റെ അമ്മയ്ക്കും കിട്ടും. അതെ, നമ്മൾ പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് നമ്മൾ ശ്രമിക്കണം. അതെ, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലാണ് നമുക്കൊരു കുഞ്ഞിക്കുരുവെങ്കിലും കിട്ടുക. നമുക്കേ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സുരക്ഷിതം.